നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ വീടുകളിൽ 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ നിർബന്ധമായും വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസ് കണ്ട് ആ ആനുകൂല്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളോട് ആരും പറഞ്ഞില്ല എന്നല്ല അങ്ങനെ പല കമൻറ്റുകളും പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട് ജനുവരി മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. ഓരോ മസ്റ്ററിങ് കഴിയുന്ന സമയത്തും ഏകദേശം 20% ആളുകൾ പുറത്തു പോകുന്നുണ്ട്. അതിലൊരു 5% ആളുകൾ മരണപ്പെട്ടതാണെങ്കിലും ബാക്കി 15% ആളുകൾ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകളാണ്. പല കാരണങ്ങൾ കൊണ്ട് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട്. ആധാർ കറക്റ്റ് രേഖകൾ കയറില്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുകൾ, മറ്റൊരു കൂട്ടർ ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ ആ സമയത്ത് അറിയാത്ത ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായും മസ്റ്ററിങ് പൂർത്തിയാക്കുക. എങ്കിൽ മാത്രമാണ് തുടർന്ന് പെൻഷൻ ലഭിക്കുകയുള്ളൂ. സർക്കാർ ഏത് മാസത്തിലാണ് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ പറയുന്നത്, ആ സമയത്ത് മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ്. ഓരോ വർഷവും നൽകേണ്ട കാര്യമാണ്. 1 ലക്ഷത്തിൽ താഴെയുള്ള വരുമാനമുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും പെൻഷൻ ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായും പെൻഷൻ ലഭിക്കണമെങ്കിൽ അവർ നിർബന്ധമായും വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈൻ സെൻറ്ററുകൾ വഴിയാണ് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, 60 വയസ്സ് തികയാത്ത വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവർ എല്ലാ വർഷവും നൽകേണ്ട പുനർവിവാഹിത ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അതിപ്പോൾ നൽകേണ്ട സമയമാണ്. വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിനുള്ള സഹായങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്തു തരുന്നതാണ്. നിങ്ങൾ വാർഡ് മെമ്പർ എടുത്ത് പോകുന്നതിന് മുമ്പ് മരണപ്പെട്ട വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റ് കൂടി കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.